മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരികയാണ്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നു. നാളെ പകലാണ് സഫർ അവസാനത്തെ ബുധനാഴ്ച. നാളെ സഫർ 28ാമത്തെ ദിവസമാണ്. മഹാന്മാർ പറയുന്നു, മഹാനായ ഇമാം ശാലിയാത്തിയൊക്കെ തന്റെ കിതാബിൽ വിവരിക്കുന്നുണ്ട്, 3,24,000 ആപത്തുകൾ ഇറങ്ങുന്ന ദിവസമാണ് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച. മഹാനായ അബ്ദുൽ ഹമീദ് അലി അൽ ഖുദുസ് തന്റെ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ മസ്ജിദുൽ ഹറമിൽ മഖാമു ഇബ്രാഹിമിന്റെ ചാരത്ത് ദർസ് നടത്തിയിരുന്ന ഷാഫിഈ മദ്ഹബ് പ്രകാരം കൃത്യമായി തന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയ പണ്ഡിതനായിരുന്നു ഈ മഹാനവറുകൾ. അദ്ദേഹം പറയുന്നത്, ഇമാം ദൈറബി തന്റെ മുജറബാത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുപോലെ കശ്ഫിന്റെയും തംകീനിന്റെയും അവകാശികളായ ചില ആത്മജ്ഞാനികൾ അവർ നമുക്ക് പറഞ്ഞു തരുകയാണ്, എല്ലാ വർഷവും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച 3,24,000 ആപത്തുകൾ ഇറക്കപ്പെടുന്നതാണ്. അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കും. അതുകൊണ്ട് തന്നെ അന്ന് അല്പം ബുദ്ധിമുട്ടേറിയ ദിവസമായിരിക്കും. അന്നത്തെ ദിവസം അള്ളാഹുവിനോട് പ്രത്യേകമായി കാവൽ ചോദിക്കണം. എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും ആഫാത്തുകളെ തൊട്ടും എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളെ തൊട്ടും അള്ളാഹുവിനോട് പ്രത്യേകമായി കാവൽ ചോദിക്കണം, ദുആ ചെയ്യണമെന്ന് മഹാനവറുകൾ പറഞ്ഞു തരുകയാണ്. ഇങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഒരുപാട് ആത്മജ്ഞാനികൾ, ഒരുപാട് മഹാന്മാർ ഈ വിഷയം വിവരിച്ച് വെച്ചിട്ടുണ്ട്. സഫർ മാസം അവസാനത്തെ ബുധനാഴ്ച ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ഭൂമികൾക്കിടയിലായി ഒരു മഹാവിപത്തിനെ ഇറക്കും. അതൊരു മലക്കാണ് ചുമന്നുകൊണ്ടുവരുന്നതെന്നാണ്. ഒരു മലക്ക് ആ ഒരു വിപത്തിനെയും ചുമന്നുകൊണ്ടുവരും. എന്നിട്ട് ലോകത്തിലെ എല്ലാ സ്ഥലത്തും അത് വീതിക്കുമെന്നാണ്. അത് പലതരത്തിലുള്ള മരണങ്ങളായി, ബുദ്ധിമുട്ടുകളായി, പ്രയാസങ്ങളായി പല സ്ഥലത്തും അത് ഉണ്ടാകുമെന്നാണ്. മഹാന്മാർ പറയുകയാണ്, അന്നത്തെ ദിവസം അള്ളാഹുവിലേക്ക് ഈ ആപത്തുകളെ തൊട്ട്, ഈ മുസീബാത്തുകളെ തൊട്ട് ആരൊക്കെ കാവൽ ചോദിക്കുന്നുവോ, ആരൊക്കെ ഈ ആപത്തിനെ തൊട്ടുള്ള രക്ഷ ചോദിക്കുന്നുവോ അള്ളാഹു തആല അവർക്ക് രക്ഷ കൊടുക്കുമെന്നാണ്. എന്നിട്ട് ഓരോ മഹാന്മാരും അവരുടെ കിതാബുകളിൽ അന്നത്തെ ദിവസം ചൊല്ലാൻ വേണ്ടി ചില പ്രത്യേകമായ വിറുതുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല കിതാബുകളിലും പലതരത്തിലുള്ള ദുആകൾ അന്നത്തെ ദിവസം പ്രത്യേകമായി ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടി പല ദുആകളും പറഞ്ഞിട്ടുണ്ട്. സഫർ മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണ്. അന്ന് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ സുന്ദരമായ ആയത്ത്, ഈ ആയത്ത് 330 പ്രാവശ്യം ഓതിയാൽ അന്നത്തെ വർഷം ഒരു തരത്തിലുള്ള ആപത്തും അള്ളാഹു അവനിക്ക് കൊടുക്കില്ല എന്ന് പോലും മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 330 പ്രാവശ്യം എന്താ ഓതണം? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗാവകാശികൾ കടന്നു കഴിയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വർഗ്ഗാവകാശികളോട് പറയുന്ന വാക്കാണ് സലാം, സലാം, സലാം. നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, ഒരാപത്തോ മുസീബത്തോ ഒന്നും നിങ്ങളെ ഇനി ബാധിക്കൂല. അല്ലാഹു സ്വർഗ്ഗാവകാശികളോട് പറയുന്ന വാക്കാണ് സലാം. സ്വർഗ്ഗാവകാശികൾ പരസ്പരം കാണുമ്പോൾ പറയുന്ന വാക്ക് സലാം, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്നാണ്. അപ്പൊ പ്രത്യേകം പഠിച്ചു വെക്കുക, അന്ന് ചില ആപത്തുകൾ ഇറങ്ങും എന്ന് വെച്ചാൽ അന്നൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. നമുക്ക് ഏത് നല്ല കാര്യവും ചെയ്യാം. പക്ഷേ ഇന്ന് മഗ്‌രിബോട് കൂടി ചില പ്രത്യേകമായ ഹദീസിൽ വന്നിട്ടുള്ള, അത് എല്ലാ ദിവസവും ഓതണമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സഫർ മാസത്തിൽ ഒടുവിലത്തെ ബുധനാഴ്ച രാവും നമ്മൾ ചൊല്ലണം, നാളത്തെ പകലിലും ചൊല്ലണം, മറ്റന്നാളും ചൊല്ലണം, റബീഉൽ അവ്വലിലും ചൊല്ലണം, റമദാനിലും ചൊല്ലണം, ദുൽഹിജ്ജയിലും ചൊല്ലണം. ഏത് ദിവസത്തിലും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുള്ള 2-3 തസ്ബീഹുകളുണ്ട്, 2-3 ദിക്റുകളുണ്ട്. ഇൻഷാഅല്ലാഹ് അത് ശേഷം നമുക്ക് പറയാം. അപ്പോൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു സുന്ദരമായ അതൊരു ദുആയാണ്, അതൊരു കാവലിന്റെ വചനമാണ്, അതൊരു ഖുർആനായത്താണ്. നിസ്കാരമില്ല എങ്കിലും എന്റെ ഉമ്മച്ചിമാർക്ക് അത് ഓതാവുന്നതാണ് ദിക്ർ എന്ന നിലയിൽ. അതുകൊണ്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം അതിങ്ങനെ പാരായണം ചെയ്യണേ. നബി തങ്ങളുടെ ഹദീസിലുണ്ട്, ലാ തീറത വലാ സഫറ, പക്ഷി ലക്ഷണമില്ല, സഫറിലെ മാസത്തിന് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഫർ മാസത്തിന് ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. കാരണം മുൻപുള്ള ആളുകളൊക്കെ നബി തങ്ങളുടെ കാലത്തിന് മുമ്പേ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, സഫർ മാസം എന്ന് പറഞ്ഞാൽ അതൊരു ദുശ്ശകുനത്തിന്റെ മാസമാണ്, അതൊന്നിനും കൊള്ളാൻ പറ്റാത്ത മാസമാണ്. സഫർ എന്ന് പറയുന്ന ഒരു പാമ്പ് നമ്മുടെ വയറ്റിലുണ്ട്, ഈ സഫർ മാസമാകുമ്പോൾ ആ പാമ്പ് നമ്മൾ കൊത്തും, നമ്മൾ മരിച്ചു പോകും. അങ്ങനെ കുറെ ഈ സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അന്ധവിശ്വാസങ്ങളും ആണ് ഇല്ല എന്ന് പറഞ്ഞത്. സഫർ മാസത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഈ സഫർ മാസത്തിലെ ചില ദിവസങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെയല്ല. മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ നഹ്സ് എന്ന് പറഞ്ഞാൽ അതുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചില ദിക്റുകളിലേക്ക് പ്രവേശിക്കാം. മഹാന്മാരുടെ കിതാബുകളിൽ ചില ദിക്റുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി പറയുന്ന ദിക്റുകളൊക്കെ എന്റെ ഉമ്മമാര് സ്വന്തമായി ചൊല്ലണേ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു സുന്ദരമായ വചനം, അത് 330 എണ്ണം പറയുന്നത്. അറിയാവുന്ന എത്രയും പറ്റുന്ന എത്രയും നമ്മൾ ചൊല്ലുക. ഒരു 3 പ്രാവശ്യമേ ഓതാൻ പറ്റുന്നല്ലോ, മതി, 3 പ്രാവശ്യം മതി. ഒറ്റ പ്രാവശ്യമെങ്കിലും ഓതണേ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അതോടൊപ്പം തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, എല്ലാ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അല്ലാഹുവേ ഏറ്റവും നല്ല മരുന്നാണത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ഒരു ആയത്ത് ഒരു 7 വട്ടമോ 11 വട്ടമോ കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലണേ, ഓതണേ. ഇന്നത്തെ മഗ്‌രിബ് കഴിഞ്ഞ് ഓതുക, നാളെ സുബ്ഹി കഴിഞ്ഞ് ഓതുക. അതുപോലെ തന്നെ മഹാനായ ഇമാം ഗസാലി തങ്ങൾ പരിചയപ്പെടുത്തിയ, മഹാന്മാരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ, ഹദീസിന്റെ കിതാബുകളിൽ സ്വഹീഹായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതെല്ലാ ദിവസവും ഒരു ഗുളിക കഴിക്കുന്നത് പോലെ 3 പ്രാവശ്യം രാവിലെയും വൈകിട്ടും പറയാം. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇതും അതുപോലെ തന്നെ. പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ഒരു വചനം ഇതും പറഞ്ഞോ, ഇതും ഒരുപാട് വട്ടം പറയുക. അതുപോലെ അറിയാവുന്ന സ്വലാത്ത് ചൊല്ലുക. മഹാന്മാരവരുടെ കിതാബുകളിൽ പ്രത്യേകമായിട്ട് ഒരുപാട് ദുആകൾ പറയുന്നുണ്ട്.
ഒരുപാട് ദുആകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? അതൊരു സ്വലാത്തുമാണ്, അതൊരു ദുആയുമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ലീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുത്ഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതർഫഉനാ ബിഹാ അഅല ദറജാത്ത് وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم اصرف عنا شر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഇതാണ് ദുആ. ഇത് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ദുആയാണ്. ഇതല്ലാത്ത മറ്റു ദുആകളും പല കിതാബുകളിലും നമുക്ക് കാണാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു ദുആയാണ്. ഇത് ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യമെങ്കിലും ഇന്നത്തെ രാത്രിയോ നാളത്തെ പകലോ നമ്മൾ ചൊല്ലുക. അതായത്